നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഫിനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ്സുകളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് KFC വോളിയം 1-ലെ 5-ാമത്തെ ചാപ്റ്ററാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഈ 5-ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ചാർജ് ആർ ഇൻസിഡന്റൽ എക്സ്പെൻഡിച്ചർ നെസസറി ടു റൺ ആൻ ഓഫീസ്? താഴെ പറയുന്നതിൽ ഒരു ഓഫീസ് നടത്തുന്നതിന് ആവശ്യമായ ഇൻസിഡന്റൽ എക്സ്പെൻസ്, ആകസ്മിക ചെലവുകൾ ഏതാണ്? അതിന് കോമൺ ആയിട്ട് പറയുന്ന പേരെന്താണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ ആൻസർ കണ്ടിൻജന്റ് ചാർജുകളാണ്. കണ്ടിൻജന്റ് ചാർജ്. അടുത്ത ചോദ്യം: ഈ സാങ്ഷൻ ഓഫ് ഗവൺമെന്റ് നെസസറി ഫോർ പേയ്മെന്റ് ഓഫ് എ ക്ലെയിം റിസീവ്ഡ് ഫ്രം എ മുനിസിപ്പാലിറ്റി ടുവേഴ്സ് ടാക്സ് ഓൺ ഗവൺമെന്റ് പ്രോപ്പർട്ടി. സർക്കാർ വസ്തുക്കളുടെ മേല് മുനിസിപ്പാലിറ്റി ചുമത്തുന്ന നികുതി അടയ്ക്കുന്നതിന് സർക്കാരിന്റെ പ്രത്യേക അനുമതി ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. അതായത് മുനിസിപ്പാലിറ്റിയിലേക്ക് സർക്കാർ വസ്തുക്കളുടെ മേല് മുനിസിപ്പാലിറ്റി ഒരു നികുതി ചുമത്തിയാൽ അത് അടയ്ക്കുന്നതിന് ഓരോ തവണ ഇങ്ങനെ ഗവൺമെന്റിന്റെ പെർമിഷൻ വാങ്ങണോ എന്നാണ് ചോദ്യം. ആൻസർ: അതിൻ്റെ ആവശ്യമില്ല. ഇത്തരം പേയ്മെന്റുകൾക്ക് സർക്കാരിന്റെ പ്രത്യേക അനുമതി ആവശ്യമില്ല എന്നാണ്. അടുത്ത ചോദ്യം: പെർമനന്റ് അഡ്വാൻസ്. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഒരു ടേമാണ് പെർമനന്റ് അഡ്വാൻസ്. അത് എന്തിനാണ് അനുവദിക്കുന്നത്? ആൻസർ: അടിയന്തിരമായി ഉണ്ടാകുന്ന മുൻകൂട്ടി കാണാത്ത ചെലവുകൾക്ക്. ദ അൺഫോർസീൻ എക്സ്പെൻസ് ഒന്ന്. രണ്ടാമത്തത്, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഔദ്യോഗിക യാത്രകൾ നടത്തേണ്ടി വരുന്ന ഗസറ്റഡ് അല്ലാത്ത ഉദ്യോഗസ്ഥർക്ക് എന്ന് പറഞ്ഞാൽ NGOസിന് യാത്രാബത്ത മുൻകൂറായി നൽകുന്നതിന് വേണ്ടിയാണ്. ഇപ്പം നമുക്കറിയാം, ഈ NGOസിന് എവിടെയെങ്കിലും പറഞ്ഞു വിടേണ്ട ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഹെഡ് ഓഫ് ഓഫീസൊക്കെ അത് യാത്രാബത്ത മുൻകൂർ നൽകിയിട്ട് അവരെ പറഞ്ഞു വിടുക. അത് പിന്നെ ഗസറ്റഡ് അല്ലാത്തവർക്ക് മാത്രമേ ആ ഒരു ഇതുള്ളൂ. അങ്ങനെ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും പെർമനന്റ് അഡ്വാൻസ് അനുവദിക്കുന്നത്. ഒന്ന്, അടിയന്തരമായി ഉണ്ടാകുന്ന മുൻകൂട്ടി കാണാത്ത ചെലവ്, അൺഫോർസീൻ എക്സ്പെൻസ്. രണ്ട്, ചുരുങ്ങിയ സമയത്തിനുള്ളിലെ ഔദ്യോഗിക യാത്രകൾ നടത്തേണ്ടി വരുന്ന ഗസറ്റഡ് അല്ലാത്ത ഉദ്യോഗസ്ഥർക്ക് യാത്രാബത്ത മുൻകൂറായി നൽകുന്നതിനും വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യം: ഓഫീസിലെ പെർമനന്റ് അഡ്വാൻസിൽ നിന്നും ഒരു ജീവനക്കാരന് യാത്രാബത്ത നൽകാൻ അനുവാദമുണ്ടോ? പെർമനന്റ് അഡ്വാൻസിൽ നിന്നും ഒരു ജീവനക്കാരന് യാത്രാബത്ത നൽകാൻ അനുവാദമുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. ശരിക്കും അനുവാദമുണ്ട്. യാത്രാബത്ത മുൻകൂറായിട്ട് നൽകാം. എങ്ങനെയുള്ളവരായിരിക്കണം? അത് നോൺ ഗസറ്റഡ് ആയിരിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ ഗസറ്റഡ് അല്ലാത്ത ജീവനക്കാർക്ക് യഥാർത്ഥ ബസ് അല്ലെങ്കിൽ ട്രെയിൻ ചാർജ് അത് മാത്രമായിട്ട് നൽകുക. യഥാർത്ഥം ഇപ്പോൾ ഒരു 10 രൂപയാണ് ബസ് ചാർജ് എങ്കിൽ ആ 10 രൂപ മാത്രം കൊടുക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചായ കുടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ രീതിയില്ല. മറിച്ച് യഥാർത്ഥ ചാർജ് മാത്രം നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ജീവനക്കാർക്ക് ബസ്സിലാണോ ട്രെയിനിനോ യാത്ര ചെയ്യുന്നതിന്, ഔദ്യോഗിക കാര്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് നൽകാവുന്നതാണ്. അടുത്ത ചോദ്യം: പെർമനന്റ് അഡ്വാൻസ് പ്രധാനമായും എന്തിനു വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ പറഞ്ഞ ചോദ്യം തന്നെ വീണ്ടും വേറെ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. മീറ്റിംഗ് അർജന്റ് കണ്ടിൻജന്റ് എക്സ്പെൻഡിച്ചർ, അതായത് അടിയന്തരമായി ഉണ്ടാകുന്ന ആകസ്മിക ചെലവുകൾ നേരിടുന്നതിനായിട്ടാണ് ഈ പെർമനന്റ് അഡ്വാൻസ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം: KFC വോളിയം 1-ലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഗസറ്റഡ് അല്ലാത്ത സർക്കാർ ജീവനക്കാർക്ക് ബസ് യാത്രയ്ക്കുള്ള തുക പെർമനന്റ് അഡ്വാൻസിൽ നിന്നും നൽകാൻ സാധിക്കുന്നത്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്, ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഗസറ്റഡ് അല്ലാത്ത ജീവനക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്ക് ബസ് യാത്രയ്ക്കുള്ള തുക പെർമനന്റ് അഡ്വാൻസിൽ നിന്നും മുൻകൂറായിട്ട് നൽകാം. അത് ആക്ച്വൽ TA മാത്രമേ നൽകാവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അത് മുൻകൂർ. അത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നതെന്നാണ്. അത് ആർട്ടിക്കിൾ 94. അടുത്ത ചോദ്യം: ദ പെർമനന്റ് അഡ്വാൻസ് ഓഫ് എ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ടു ബി ഫിക്സ്ഡ് ആൻഡ് സാങ്ഷൻഡ് ബൈ. അതായത് ഒരു വകുപ്പ് മേധാവിയുടെ, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് മേധാവിയുടെ
പെർമനന്റ് അഡ്വാൻസ് നിശ്ചയിക്കുന്നതും അനുവദിക്കുന്നതും ആരാണ്? അത് ആൻസർ ഗവൺമെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: പെർമനന്റ് അഡ്വാൻസ് അനുവദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പുതുക്കിക്കൊണ്ടോ ഉള്ള ഉത്തരവുകൾ ആർക്കൊക്കെ കൈമാറണം? To whom should every order sanctioning the grant or revision of permanent advance be communicated? അത് ആൻസർ ബോത്ത് ടു ഗവൺമെന്റ് സർവന്റ് ആൻഡ് അക്കൗണ്ടന്റ് ജനറൽ. അത് ആരാണോ ഈ കൺസേൺഡ് ഗവൺമെന്റ് സെർവന്റിനും കൈമാറണം, പിന്നെ അക്കൗണ്ടന്റ് ജനറലിലും അതിന്റെ ഓർഡർ കൈമാറണം. അടുത്ത ചോദ്യം: ഒരു ഗ്രാമപഞ്ചായത്തിൽ പുതുതായി തുടങ്ങിയ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് വേണ്ടിയുള്ള പെർമനന്റ് അഡ്വാൻസ് അനുവദിക്കുന്നത് ആരാണ്? അപ്പോൾ ഒരു ഗ്രാമത്തിൽ പുതുതായിട്ട് ഒരു ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആരംഭിച്ചു. അങ്ങനെയെങ്കിൽ അവർക്ക് പിന്നെ പെർമനന്റ് അഡ്വാൻസ് വേണം. ഒരു അൺഫോർസീൻ ആയിട്ടുള്ള ഒരുപാട് ചിലവ് അവിടെ വരും പുതുതായിട്ട് തുടങ്ങിയതാവുമ്പോൾ. അത് ആരാണ് അനുവദിക്കുന്നതെന്നാണ്. അപ്പോൾ അത് കൺസേൺഡ് ഡയറക്ടറാണ് ശരിക്കും വരിക. ദ ആൻസർ ദ ഡയറക്ടർ ഓഫ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ. അപ്പോൾ അതാണ് ഇവർക്ക് ഈ ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി തുടങ്ങിയ ആയുർവേദ ഡിസ്പെൻസറിക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ പെർമനന്റ് അഡ്വാൻസ് അനുവദിക്കുന്നത്. അടുത്ത ചോദ്യം: ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തൻ്റെ കൈവശമുള്ള പെർമനന്റ് അഡ്വാൻസ് തുകയെക്കുറിച്ച് എന്നാണ് അക്കൗണ്ടന്റ് ജനറലിന് അക്നോളജ്മെന്റ് നൽകേണ്ടത്? നമ്മൾ പഠിച്ചു എല്ലാ വർഷവും ഈ തീയതിയിൽ സർക്കാർ അക്കൗണ്ടന്റ് ജനറലിന് നമ്മൾ ഒരു അക്നോളജ്മെന്റ് നൽകേണ്ടത് എന്തുമായി ബന്ധപ്പെട്ട്? പെർമനന്റ് അഡ്വൈസുമായി ബന്ധപ്പെട്ടത്. അത് ഏത് ഡേറ്റിലാണ് എന്നാണ്. അത് എല്ലാ വർഷവും ഏപ്രിൽ 15-നാണ് അക്നോളജ്മെന്റ് കൊടുക്കേണ്ടത്. AGക്ക് അക്നോളജ്മെന്റ് കൊടുക്കുകയാണ് പെർമനന്റ് അഡ്വാൻസുമായി ബന്ധപ്പെട്ട്. അടുത്ത ചോദ്യം: ഓരോ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലും പെർമനന്റ് അഡ്വാൻസ് കൈവശം വെച്ചിരിക്കുന്നയാൾ അതിന്റെ അക്നോളജ്മെന്റ് ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ഇപ്പൊ ചോദിച്ച ചോദ്യം തന്നെ, ആർക്കാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു. പെർമനന്റ് അഡ്വാൻസിന്റെ അക്നോളജ്മെന്റ് സമർപ്പിക്കേണ്ടത് AGക്കാണ്, അക്കൗണ്ടന്റ് ജനറലാണ്. അത് എപ്പോൾ സമർപ്പിക്കണം? എല്ലാ വർഷവും ഏപ്രിൽ 15-ന് സമർപ്പിക്കണം. അടുത്ത ചോദ്യം: ഒരു പെർമനന്റ് അഡ്വാൻസ് എപ്പോഴാണ് റിക്കൂപ്പ് ചെയ്യാൻ, തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നത്? അതിന്റെ ആൻസർ റിക്കൂപ്പ് ചെയ്യാൻ, അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് പെർമനന്റ് അഡ്വാൻസ് തുക കുറയുമ്പോൾ. അപ്പൊ റിക്വയർമെന്റ് എന്ന് പറയുന്നത് പെർമനന്റ് അഡ്വാൻസ് തുക തീരാറാവും. ഇത് നമ്മൾ എടുത്തെടുത്ത് തീരാറാവുമ്പോൾ ചെലവാക്കിയ തുകയ്ക്ക് തുല്യമായ ബില്ലുകൾ സമർപ്പിച്ച് തീരുമല്ലോ സാധനം. ഈ എമൗണ്ട് നമ്മളെ കയ്യിൽ മുൻകൂർ കിട്ടുന്നതാണല്ലോ പെർമനന്റ് അഡ്വാൻസ്. ആ പെർമനന്റ് അഡ്വാൻസ് തുക ചെലവാക്കി തീരും. അങ്ങനെ തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെലവാക്കിയ തുകയ്ക്ക് തുല്യമായ ബില്ലുകൾ സമർപ്പിച്ച് പണം തിരികെ വാങ്ങുകയാണ് നമ്മൾ. അതിനെയാണ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ചെയ്യുന്നത്. എപ്പോഴാണ് ഈ തിരിച്ചു വാങ്ങുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ പെർമനന്റ് അഡ്വാൻസ് തുക തീരെ കുറഞ്ഞു വരുമ്പോൾ, ഇത് എടുത്തു വെച്ച തുക ചെലവാക്കി കുറയുമ്പോൾ നമ്മൾ അതുവരെ ചെലവാക്കിയ തുകയ്ക്കുള്ള ബില്ലുകളൊക്കെ കൂടി വീണ്ടും സമർപ്പിച്ച് അത് റിക്കൂപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത ചോദ്യം: ഒരേ ബില്ലിന്മേൽ രണ്ടാമതൊരു ക്ലെയിം വരുന്നത് ഒഴിവാക്കാൻ ഒരു കണ്ടിജന്റ് ബില്ലുമായി ബന്ധപ്പെട്ട എല്ലാ സബ് വൗച്ചറുകളും എന്ത് ചെയ്യണം? അപ്പൊ രണ്ടാമത് ഒരു ക്ലെയിം ഒരു ബില്ലിന്മേൽ ഉണ്ടാവരുത്. അതിനുവേണ്ടി നമ്മൾ സാധാരണഗതി ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞതാണ്, ബില്ലുകൾ ക്യാൻസൽ ചെയ്യും. അതിനുശേഷം ആ ക്യാൻസൽ ചെയ്തതിന് ശേഷം കണ്ടിൻജന്റ് ബില്ലിന്റെ ഓഫീസ് കോപ്പിയോടൊപ്പം അത് സൂക്ഷിക്കും. നമ്മളൊരു OC വെക്കും എപ്പോഴും, ഓഫീസ് കോപ്പിയോടൊപ്പം ഇത് സൂക്ഷിച്ചു വെക്കുക. ഈ ബില്ലുകൾ ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആ ബില്ലിന്റെ മേലെ ക്രോസ് ആയിട്ട് വേണമെങ്കിൽ 2 വര വരച്ചിട്ട് ക്യാൻസൽഡ് എന്ന് വലുതായിട്ട് എഴുതുക. അല്ലെങ്കിൽ ക്യാൻസൽഡ് എന്ന് പറയുന്ന സീല് ഈ ബില്ലിന്റെ മുകളിൽ അതാ പ്ലെയിൻ ആയിട്ട് വെക്കുക. അപ്പൊ ബില്ല് ക്യാൻസൽ ചെയ്യുക. അതാണ് ക്യാൻസൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ക്യാൻസൽഡ് ചെയ്തതിന് ശേഷം ഇവിടെ കൺസേൺഡ് ഓഫീസ് കോപ്പി, കണ്ടിജന്റ് ബില്ലിന്റെ ഓഫീസ് കോപ്പിയോടൊപ്പം അത് സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം:
പ്രത്യേക ആവശ്യങ്ങൾക്കായി നൽകുന്ന താൽക്കാലിക അഡ്വാൻസ്, ടെമ്പററി അഡ്വാൻസിന്റെ ഫൈനൽ ബിൽ സമർപ്പിക്കേണ്ട കാലാവധി എത്രയാണ്? നമുക്കൊരു ടെമ്പററി അഡ്വാൻസ് ആയിട്ട് ഒരു പണം തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ ബില്ല് നമ്മൾ ഏത് കാലത്തിനുള്ളിൽ സമർപ്പിക്കണം? അത് 3 മാസത്തിനുള്ളിൽ ഫൈനൽ ബില്ല് സമർപ്പിക്കണമെന്നാണ് ടെമ്പററി അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോ ഇത് KFC 99 ആർട്ടിക്കിൾ 99 പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, ഇനി ഇങ്ങനെ നമുക്കൊരു ടെമ്പററി അഡ്വാൻസ് തന്നു, ടെമ്പററി അഡ്വാൻസ് തന്നതിന് ശേഷം തിരികെ അടയ്ക്കാൻ വൈകിപ്പോയി, നമ്മൾ കുറച്ച് പണം ചെലവാക്കി, ആ ചെലവാക്കിയതിന് ശേഷം കുറച്ച് പണം ബാക്കിയുണ്ടായിരുന്നു, അങ്ങനെ ആ ബാക്കിയുള്ള സംഖ്യ നമ്മൾ യഥാസമയം അടച്ചില്ല, തിരിച്ചടച്ചില്ല. ഗവൺമെന്റ് വേണം നമ്മൾ ഒന്നുകിൽ ചെലവാക്കി കഴിഞ്ഞാൽ അതിനുള്ള ബില്ലും വൗച്ചറുകളും വേണം, അല്ല അതില്ല എങ്കിൽ നമ്മൾ എടുത്തത് ക്യാഷ് ബാലൻസ് ആയിട്ട് ഉണ്ടാവണം. ആ ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത് സൂക്ഷിക്കാനുള്ളതല്ല, മറിച്ച് അങ്ങനെ ഒരു ക്യാഷ് ബാലൻസ് വന്നാൽ അത് ഗവൺമെന്റിലേക്ക് തന്നെ തിരിച്ചടയ്ക്കേണ്ടതാണ്. അങ്ങനെ തിരിച്ചടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ ഈടാക്കുന്ന പലിശ നിരക്ക് എത്രയാണ്? അതായത് തിരിച്ചടയ്ക്കാൻ ബാക്കിയുള്ള സംഖ്യക്കാണ് ഈ പലിശ ഈടാക്കുക. നമ്മൾ ചെലവാക്കിയ സംഖ്യക്ക് പലിശ ഈടാക്കില്ല. അതിന് നമ്മളടുത്ത് അതിന്റെ ബന്ധപ്പെട്ട ചെലവിന്റെ ബില്ലുകളും വൗച്ചറുകളും ഉണ്ടാവും. എന്നാൽ ചെലവാക്കാതെ ഇരിക്കുന്ന കയ്യിലുള്ള പൈസ ഉണ്ടെങ്കിൽ അത് യഥാസമയത്ത് തിരിച്ചടയ്ക്കണം. ഇനി തിരിച്ചടയ്ക്കാൻ വൈകിയാൽ ഈ കയ്യിലിരിക്കുന്ന എന്ന് പറയുന്ന പണത്തിന് എത്ര ശതമാനമാണ് പലിശ ഈടാക്കുന്നത് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ 18%. ഇനി രഹസ്യ സേവനങ്ങൾക്ക് സീക്രട്ട് സർവീസ് എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്, നമ്മൾ പറയാത്തതാണ്, അത് ക്വസ്റ്റ്യൻസിൽ വന്നതാണ്. ഇപ്പോൾ സീക്രട്ട് സർവീസ് ഒരു ഉദ്യോഗസ്ഥന് അലോട്ട്മെന്റ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേവ? രഹസ്യ സേവനങ്ങൾക്കായി, അങ്ങനെയുള്ള എക്സാമിനേഷനൊക്കെ നടത്തുന്നവർക്കാണ് അത്തരത്തിലുള്ള പല സേവനങ്ങളും നടക്കുക. അപ്പോൾ രഹസ്യ സേവനങ്ങൾക്കായിട്ട് പിന്നെ ഒരു ഉദ്യോഗസ്ഥന് അലോട്ട്മെന്റ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഉദ്യോഗസ്ഥൻ ഇതിനായി ഒരു കണ്ടിൻജന്റ് രജിസ്റ്റർ സൂക്ഷിക്കണം. രണ്ടാമത്, ബില്ലുകൾക്കൊപ്പം വൗച്ചറുകൾ സമർപ്പിക്കേണ്ടതില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സീക്രട്ട് സർവീസിന് അലോട്ട്മെന്റ് നൽകുമ്പോൾ ആ ബില്ലുകൾക്കൊപ്പം നമ്മൾ വൗച്ചർ വെക്കേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, നിയന്ത്രണത്തിനും ഓഡിറ്റിങ്ങിനുമായിട്ട് കണ്ടിൻജന്റ് ചാർജുകളെ എങ്ങനെയെല്ലാം ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നാണ്. അത് നമ്മൾ പഠിച്ചതാണ്. അത് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. നിയന്ത്രണത്തിനും ഓഡിറ്റിങ്ങിനും വേണ്ടിയിട്ടാണ്. ഒന്ന്, കൗണ്ടർ സൈൻ ചെയ്ത കണ്ടിൻജന്റ് ബില്ലുകൾ. രണ്ട്, കൗണ്ടർ സൈൻ ചെയ്യാത്ത കണ്ടിൻജന്റ്. അങ്ങനെ രണ്ടാക്കിയാണ് തിരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിയന്ത്രണത്തിനും ഓഡിറ്റിങ്ങിനുമായി കണ്ടിൻജന്റ് ചാർജുകളെ എത്ര വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്. എത്ര വിഭാഗങ്ങളാ? 2 വിഭാഗങ്ങളായിട്ട്, കൗണ്ടർ സൈൻ ചെയ്തവും അല്ലാത്തതും. അടുത്ത ചോദ്യം, രഹസ്യ സേവനത്തിനായി, അതായത് സീക്രട്ട് സർവീസിനായി ചെലവ് ചെയ്യാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഒരു പ്രധാനമായിട്ടും നമുക്ക് പറയുന്നത് എക്സാമിനേഷൻ പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നവര്, അവർക്ക് സീക്രട്ട് സർവീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അങ്ങനെ ചെലവ് ചെയ്യാൻ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ട്രഷറിയിൽ നിന്നും പണം പിൻവലിക്കുന്നത് ഏത് ഫോം ഉപയോഗിച്ചാണ്? അപ്പോൾ ഇതിന്റെ അത് ആൻസർ കണ്ടിൻജന്റ് ബിൽ ഫോമാണ്. വിത്തൗട്ട് എനി വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഫോമാണ് വാങ്ങേണ്ടത്. അതിലാണ് ബില്ലുകൾ സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, സീക്രട്ട് സർവീസിനുള്ള ബില്ലുകളിൽ വൗച്ചറുകൾ സമർപ്പിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് കണ്ടിൻജന്റ് ബിൽ ഫോമാണ് വിത്തൗട്ട് എനി വൗച്ചേഴ്സ് എന്ന് നമ്മൾ പറയും. അടുത്ത ചോദ്യം, കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ, അതായത് പ്രവേശന പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന സീക്രട്ട് സർവീസ് എക്സ്പെൻസിന്റെ കൺട്രോളിംഗ് ഓഫീസർ ആരാണ്? അത് സെക്രട്ടറി ടു ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഗവൺമെന്റ് സെക്രട്ടറിയാണ് അതിന്റെ കൺട്രോളിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. അതായത് സീക്രട്ട് സർവീസ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രവേശന കമ്മീഷണർ, അതായത് കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷന് നടത്തും. അദ്ദേഹത്തിന് സീക്രട്ട് സർവീസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ നൽകാറുണ്ട്.
അങ്ങനെ നൽകുമ്പോൾ അതിന്റെ കൺട്രോളിംഗ് ഓഫീസർ ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ അത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറി ടു ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് സെക്രട്ടറി ആണ്. അടുത്ത ചോദ്യം, എത്ര രൂപയിൽ കുറയാത്ത പേയ്മെന്റുകൾക്കുള്ള സബ് വൗച്ചറുകളാണ് കണ്ടിൻജന്റ് ബില്ലിനൊപ്പം നിർബന്ധമായും നൽകേണ്ടത്? ആൻസർ 1000 രൂപയാണ്. 1000 രൂപയിൽ കുറയാത്ത പേയ്മെന്റിലുള്ള കണ്ടിൻജന്റ് ബില്ലിനൊപ്പം നമ്മൾ സബ് വൗച്ചറുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അപ്പൊ ആ എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഇനി അക്കൗണ്ടന്റ് ജനറലിന്റെ പരിശോധനയ്ക്ക് വിധേയമല്ലാത്ത ചെലവ് ഏതാണ്? അതിപ്പോ നമ്മൾ പറഞ്ഞതാ, സീക്രട്ട് സർവീസ് എക്സ്പെൻസ്. അത് അക്കൗണ്ടന്റ് ജനറലിന്റെ പരിശോധനയ്ക്ക് വിധേയമല്ല. ഇനി സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ, അതായത് രഹസ്യ സേവന ചെലവുകൾ, അത് ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? അത് ഓഡിറ്റ് ചെയ്യുന്നത് ദ കൺട്രോളിംഗ് ഓഫീസർ അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് നിയമിക്കുന്ന കൺട്രോളിംഗ് ഓഫീസറാണ് അത് ഓഡിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഡീറ്റെയിൽഡ് കണ്ടിൻജന്റ് ബില്ലിന് കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമാണെങ്കിൽ, ഡീറ്റെയിൽഡ് കണ്ടിൻജന്റ് ബില്ലിന് കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമാണെങ്കിൽ അത് ആരാണ് ചെയ്യേണ്ടത്? ആ കൗണ്ടർ സിഗ്നേച്ചർ ഇടേണ്ടത് ആരാണ്? മേലൊപ്പ്, കൗണ്ടർ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ മേലൊപ്പ്, മലയാളത്തിൽ മേലൊപ്പ് എന്നാണ്. ആ മേലൊപ്പ് ഇടേണ്ടത് ആരാണ്? അതിന്റെ കൺട്രോളിംഗ് ഓഫീസറാണ്. ആൻസർ കൺട്രോളിംഗ് ഓഫീസർ. അടുത്ത ചോദ്യം, KSEBിയിലേക്ക് അടയ്ക്കാനുള്ള വൈദ്യുതി ചാർജ് തുക എത്രയായാലും ഡാഷ് ആയി അടയ്ക്കാവുന്നതാണ്. അത് നമ്മൾ പഠിച്ചതാണ്. KSEBിയിലേക്ക് പണം അടയ്ക്കുമ്പോൾ അത് കറണ്ട് ചാർജ് അടയ്ക്കുന്ന സമയത്ത് നമുക്കത് എത്ര വലിയ സംഖ്യ ആയാലും ശരി ക്യാഷ് ആയിട്ട് അടയ്ക്കാം. എന്ന് വെച്ചാൽ ചെക്കോ ഡ്രാഫ്റ്റോ ഒന്നും വേണ്ട, പണമായിട്ട് തന്നെ അടയ്ക്കാവുന്നതാണ്. ആൻസർ ഇൻ ക്യാഷ് അല്ലെങ്കിൽ പണമായിട്ട് എന്നാണ് ആൻസർ. പർച്ചേസിംഗ് ഓഫീസർ, അടുത്ത ചോദ്യം, പർച്ചേസിംഗ് ഓഫീസർ കരാറുകാരന് നൽകുന്ന പണമടയ്ക്കൽ ഏത് രീതിയിൽ പാടില്ലാത്തതാണ്? അതായത് ഒരു പർച്ചേസിംഗ് ഓഫീസർ, കരാറുകാരനിൽ നിന്ന് പർച്ചേസിംഗ് ഓഫീസർ പർച്ചേസിംഗ് നടത്തി. അപ്പോൾ ആ കരാറുകാരന് കൊടുക്കേണ്ട പണം ഏത് രീതിയിൽ പാടില്ല എന്നാണ്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലായി. ഇൻ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പാടില്ല, പണമായിട്ട് അയാൾക്ക് പണം കൊടുക്കാൻ പാടില്ല. പണമായിട്ട് കൊടുക്കുമ്പോൾ അതിന് പ്രൂഫ് ഉണ്ടാവില്ല. അദ്ദേഹത്തിന് പർച്ചേസിംഗ് ഓഫീസർ കരാറുകാരന് കൊടുക്കേണ്ട പണം മറ്റ് രീതിയിലാണ് കൊടുക്കേണ്ടത്. അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ടാവാം, അല്ലെങ്കിൽ ചെക്ക് കൊടുക്കാം, ഈ രീതിയിലാണ് കൊടുക്കേണ്ടത്. എന്നാൽ പണമായിട്ട് കൊടുക്കാൻ പാടില്ല. ഇനി ട്രാൻസാക്ഷൻസ് ഓഫ് ദി ഫോളോയിങ് 2 ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഡൺ ത്രൂ ചെക്ക് സിസ്റ്റം. താഴെ പറയുന്ന ഏത് 2 വകുപ്പുകളുടെ ഇടപാടുകളാണ് ചെക്ക് സിസ്റ്റം വഴി നമ്മൾ നടത്തുന്നത്? അപ്പൊ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. അത് KTCയിൽ പഠിച്ച ട്രഷറി കോഡിൽ നമ്മൾ ആ കാര്യം പഠിച്ചിട്ടുണ്ട്. ഒന്ന് പൊതുമരാമത്ത് വകുപ്പ് അല്ലെങ്കിൽ പബ്ലിക് വർക്ക് ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. പൊതുമരാമത്ത് വകുപ്പിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഇടപാടുകൾ നമുക്ക് ചെക്ക് സിസ്റ്റം വഴി നടത്താം. അപ്പൊ അതിന്റെ എന്തായിട്ട് കാരണം എന്ന് വെച്ചാൽ, ട്രഷറി കോഡ് പ്രകാരമാണെങ്കിൽ നമുക്ക് ഈ പൊതുമരാമത്ത് വകുപ്പിനും വനം വകുപ്പിനും സ്വന്തമായി ചെക്കുകൾ എഴുതാനും അവ വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്താനുമുള്ള പ്രത്യേക അധികാരമുണ്ട്. ആ പ്രത്യേക അധികാരമുള്ളത് പൊതുമരാമത്ത് വകുപ്പിനും ഫോറസ്റ്റ് വകുപ്പിനുമാണ്. മറ്റ് മിക്ക സർക്കാർ വകുപ്പുകളും ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിച്ചിട്ടാണ് പണം പിൻവലിക്കുന്നത്. എന്നാൽ ഈ 2 വകുപ്പുകൾ, അതായത് പൊതുമരാമത്ത് വകുപ്പും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ചെക്ക് വഴി ട്രഷറിയിൽ സമർപ്പിച്ച് പണം പിൻവലിക്കാം. അത് പൊതുമരാമത്ത് വകുപ്പൊക്കെ പ്രധാനമായിട്ടും ട്രഷറി കോഡിൽ അത് പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വന്റ് ആയിട്ട് പണമിടപാട് നടത്തേണ്ടതായിട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റുകളായതൊക്കെ. അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് ചെക്ക് സിസ്റ്റം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ്, അത് പബ്ലിക് വർക്ക്സ് ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആൻസർ. ഞാൻ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, താമസയോഗ്യമായ സർക്കാർ കെട്ടിടങ്ങളുടെ നികുതി അടയ്ക്കേണ്ടത് ആരാണ്? താമസയോഗ്യമായിട്ടുള്ള സർക്കാർ കെട്ടിടങ്ങളുടെ നികുതി അടയ്ക്കേണ്ടത് ആരാണ്? അത് ഒന്നുകിൽ
PWD ആണ്. അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ ഭരണപരമായിട്ടുള്ള നിയന്ത്രണമുള്ള വകുപ്പ്, ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. ആ കെട്ടിടത്തിന്റെ ഭരണപരമായിട്ടുള്ള നിയന്ത്രണമുള്ള വകുപ്പോ അല്ലെങ്കിൽ PWDയോ. സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും പറയുമ്പോൾ PWD എന്നാ പറയാ. എന്നാൽ ഇത്തരത്തിൽ മറ്റേതെങ്കിലും വകുപ്പിന് അതിന്റെ ചാർജ് ഉണ്ടെങ്കിൽ, ചുമതല ഉണ്ടെങ്കിൽ ആ വകുപ്പാണ് അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ PWD ആണ്. അപ്പൊ ഇവിടെ രണ്ട് ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്നുകിൽ PWD ഓർ കെട്ടിടത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, അതായത് ഭരണപരമായ നിയന്ത്രണമുള്ള വകുപ്പ്. അടുത്ത ചോദ്യം, ഗവൺമെന്റ് കെട്ടിടങ്ങളുടെ വേക്കൻസി ബന്ധപ്പെട്ട വേക്കൻസി റെമിഷൻ, ഗവൺമെന്റ് കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട വേക്കൻസി റെമിഷൻ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്തിനാണ്? അപ്പോൾ ഒരു വേക്കൻസി റെമിഷൻ എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് ഒരു ഗവൺമെന്റ് കെട്ടിടം ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് വെച്ചോ, അതാണ് ഈ വേക്കൻസി റെമിഷൻ എന്ന് വെച്ചാൽ. ഒരു മാസത്തിൽ 30 ദിവസത്തിൽ കൂടുതൽ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും അക്കാര്യം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ അധികാരിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അപ്പൊ പെടുത്തുന്നത് എന്തിനാന്ന് വെച്ചാല് അവിടെ നികുതി ഇളവ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻസർ നികുതി ഇളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഒഴിഞ്ഞു കിടന്നാല് ആ ഒഴിഞ്ഞു കിടന്ന കാലം നമുക്ക് നികുതി കൊടുക്കേണ്ടതില്ല. അപ്പൊ നമുക്ക് ആ പീരീഡിൽ നികുതി ഇളവ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം, കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, റവന്യൂ വകുപ്പുകൾ ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളുടെ മുനിസിപ്പൽ നികുതിയും മറ്റു പ്രാദേശിക നികുതികളും അടയ്ക്കാൻ ഉത്തരവാദപ്പെട്ടവർ ആരാണ്? ഒരു വലിയ സിവിൽ സ്റ്റേഷൻ ഒരു എക്സാമ്പിളാണ്. വലിയ സിവിൽ സ്റ്റേഷൻ. അപ്പൊ വലിയൊരു കെട്ടിടം, വലിയൊരു ബിൽഡിങ്, അതിൽ കൃഷി വകുപ്പുണ്ട്, വിദ്യാഭ്യാസ വകുപ്പുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്, റവന്യൂ വകുപ്പുകളുണ്ട്. ഇത്രയും വകുപ്പുകൾ പ്രവർത്തിക്കുന്ന ഒരു വലിയ കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ പ്രാദേശിക നികുതി വരുന്ന അല്ലെ മുനിസിപ്പൽ ടാക്സ് ഒക്കെ അടയ്ക്കാൻ ആർക്കാണ് ബാധ്യത? നമ്മളത് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഒരു വലിയ കെട്ടിടത്തിൽ റവന്യൂ വകുപ്പ് ഉണ്ടെങ്കിൽ ആ ചാർജ് റവന്യൂ വകുപ്പിനായിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ വകുപ്പുകളും എല്ലാം വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് റവന്യൂ വകുപ്പ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ നികുതി അടയ്ക്കാൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആൾക്കാർ റവന്യൂ വകുപ്പാണ്. വേക്കൻസി റെമിഷൻ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്ത ചോദ്യമാണ്, വളരെ നല്ല ചോദ്യമാണ്. വേക്കൻസി റെമിഷൻ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വേക്കൻസി റെമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ കൂടി പറയാം, സർക്കാർ കെട്ടിടങ്ങള് ഒഴിഞ്ഞു കിടന്നാൽ അത് റിപ്പോർട്ട് ചെയ്യാണ് ബന്ധപ്പെട്ട പ്രാദേശിക തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ആ കാലഘട്ടത്തിലെ നികുതി ഇളവ് ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വേക്കൻസി റെമിഷൻ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോ അത് തദ്ദേശ സ്ഥാപന നികുതിയുമായി, ലോക്കൽ ബോഡി ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശരിക്കും ഈ വേക്കൻസി റെമിഷൻ എന്ന് പറയുന്നു. ഇവിടുത്തെ ആൻസർ ലോക്കൽ ബോഡി ടാക്സ്. അടുത്ത ചോദ്യം, അടിച്ചു വാരുന്നതിനോ വൃത്തിയാക്കുന്നതിനോ വേണ്ടി നിയമിക്കപ്പെട്ട പാർട്ട് ടൈം കണ്ടിൻജന്റ് ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും സർക്കാർ നിശ്ചയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പൊ ഒരു PTCM അല്ലെ FTCM എന്തോ ആവട്ടെ, അപ്പോൾ അവർക്ക് ശമ്പളവും അലവൻസും അത് പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവര് അടിച്ചു വാരേണ്ട അല്ലെങ്കിൽ വൃത്തിയാക്കേണ്ട തറയുടെ വിസ്തീർണം വെച്ചിട്ടാണ്. എത്ര ഏരിയയിൽ അവർക്ക് വൃത്തിയാക്കാനുണ്ട് എന്നതിനനുസരിച്ചാണ് അവരുടെ ശമ്പളവും മറ്റു കാര്യങ്ങളും നിശ്ചയിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ പാർട്ട് ടൈമും ഫുൾ ടൈം എന്ന് ആക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ PTCMനെ നമ്മൾ പാർട്ട് ടൈം കണ്ടിൻജന്റ് മീഡിയൽ എന്ന് പറയുന്നവരുണ്ട്, ഫുൾ ടൈം കണ്ടിൻജന്റ് മീഡിയൽ എന്ന് പറയുന്നവരും ഉണ്ട്. ഫുൾ ടൈം കണ്ടിൻജന്റ് മീഡിയലിന്റെ ഏരിയ കൂടുതലായിരിക്കും. വളരെ കുറഞ്ഞ ഏരിയ ഉള്ളെങ്കിൽ അവിടെ ഒരു പാർട്ട് ടൈം പോസ്റ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പാർട്ട് ടൈം പോസ്റ്റിന് ഒരു സ്കെയിൽ ഓഫ് ഉണ്ട്, ഫുൾ ടൈം പോസ്റ്റിനും ഒരു സ്കെയിൽ ഓഫ് ഉണ്ട്. അതിനനുസരിച്ചാണ് അവർക്ക് ശമ്പളം കൊടുക്കുക. അപ്പോൾ ഫുൾ ടൈം കണ്ടിൻജന്റ് മീഡിയയിലാണെങ്കിൽ വൃത്തിയാക്കേണ്ട ഏരിയ കൂടുതലായിരിക്കും. ഓക്കെ,
അടിച്ചു വാരുന്നതിനോ വൃത്തിയാക്കുന്നതിനോ വേണ്ടി വിന്യസിച്ചിട്ടുള്ള പാർട്ട് ടൈം കണ്ടിൻജന്റ് സ്റ്റാഫിന്റെ ശമ്പളവും അലവൻസും ഏത് ഡീറ്റെയിൽ ഹെഡിലാണ് ഉൾപ്പെടുത്തുന്നത്? അപ്പോൾ PTCMന്റെ കണ്ടിൻജന്റ് ജീവനക്കാരാ. അപ്പോൾ അവരുടെ പിന്നെ ശമ്പളവും അലവൻസും ഒക്കെ ഏത് ഹെഡിലാണ്, ഡീറ്റെയിൽ ഹെഡാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ആൻസർ വേജസ് എന്ന് പറയുന്ന ഡീറ്റെയിൽഡ് ഹെഡിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, സിവിൽ സ്റ്റേഷനുകളുടെ കാര്യത്തിൽ വൈദ്യുതി ചാർജ് ബില്ലുകൾ നേരിട്ട് ജില്ലാ കളക്ടർക്ക് പണമടയ്ക്കുന്നതിനായി അയക്കുന്നു. ജില്ലാ കളക്ടർ ഇതിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക? അപ്പൊ നമ്മൾ പഠിച്ചതാണ്, ഈ സിവിൽ സ്റ്റേഷനിലെ വൈദ്യുതി ബില്ല്, കറണ്ട് ചാർജ് അടയ്ക്കുന്നത് കളക്ടറാണ്. കളക്ടറിന്റെ ഓഫീസ് കണ്ടിൻജൻസി ഫണ്ടിൽ നിന്നുമാണ് കളക്ടർ അത് കുറവ് ചെയ്ത് അടയ്ക്കുന്നത്. കളക്ടർക്കുള്ള ഓഫീസ് കണ്ടിൻജൻസി ഫണ്ടിൽ നിന്നാണ് സിവിൽ സ്റ്റേഷനിലെ കറണ്ട് ചാർജ്, വൈദ്യുത ചാർജ് അടയ്ക്കുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അടുത്ത ചോദ്യം, സർക്കാർ ഉദ്യോഗസ്ഥൻ താമസത്തിനായി ഉപയോഗിക്കുന്ന സർക്കാർ ക്വാർട്ടേഴ്സിലെ വൈദ്യുതി ചാർജ് ആരടയ്ക്കണം? അത് ആ ഉദ്യോഗസ്ഥൻ തന്നെ അടയ്ക്കണം. അത് ആൻസർ. സർക്കാർ ഉദ്യോഗസ്ഥൻ താമസത്തിനായി ഉപയോഗിക്കുന്ന സർക്കാർ ക്വാർട്ടേഴ്സിലെ വൈദ്യുതി ചാർജ് ആരടയ്ക്കണമെന്ന് ചോദിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ തന്നെ, ഗവൺമെന്റ് സർവന്റ് തന്നെ അടയ്ക്കണം. ഇത്രയും ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളോട് കേട്ടപ്പോൾ നമ്മൾ 5ാമത്തെ ചാപ്റ്റർ വളരെ നന്നായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻസും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് 2 തവണ കേട്ടാൽ മതി. അപ്പം നമ്മുടെ മനസ്സിൽ അതൊക്കെ നിൽക്കും. ഇപ്പം നമ്മൾ ഓരോ പുതിയ ടേംസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സീക്രട്ട് സർവീസ് വന്നു, പിന്നെ റവന്യൂ റെമിഷൻ വന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിൽ കൊണ്ടു നടക്കാവുന്ന കാര്യങ്ങളാണ്. അവിടെ നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾക്ക് കാണാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ അത്തരം ടേംസൊക്കെ നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കുക. പിന്നെ വീഡിയോസ് എല്ലാം കാണാം. ഇപ്പോൾ ഞാൻ 13 വീഡിയോസാണ് KSCയിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഞാൻ ഓരോ ദിവസവും 2-3 വെച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇത് പ്ലേലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ വീഡിയോസും, ഒരു കൺസേൺഡ് പേപ്പറിൻ്റെ എല്ലാ വീഡിയോസും നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ഇത് നിങ്ങൾ കേൾക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ പാഠത്തിൻ്റെ ഡിസ്കഷൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിപ്പോൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് ഇത് കേൾക്കുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.